കുരുൾ മായ്ച്ചു കളഞ്ഞൊരു നാടിന്റെ ഓർമ്മയിലാണ് വെള്ളാർമല സ്കൂളിലെ പ്രധാന അധ്യാപകനായ ഉണ്ണിമാഷ്. 18 വർഷം മുൻപാണ് ആലപ്പുഴ സ്വദേശിയായ ഉണ്ണിമാഷ് മലയാളം അധ്യാപകനായി ചുരം കയറി ഇവിടേക്ക് എത്തിയത്. ഇന്ന് അധ്യാപക ദിനമാണല്ലോ. എല്ലാവർക്കും അധ്യാപക ദിന ആശംസകൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ നിർബന്ധമായി പരിചയപ്പെടുത്തേണ്ട ഒരു അധ്യാപകനുണ്ട്. എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പോൾ സുപരിചിതനാണ്. മറ്റാരുമല്ല, മേപ്പാടി പഞ്ചായത്തിലെ വെള്ളാർമല ഹൈസ്കൂളിലെ അധ്യാപകൻ പ്രിയപ്പെട്ട ഉണ്ണിമാഷ്. അധ്യാപക ദിനത്തിൽ ഉണ്ണിമാഷ് നമ്മോടൊപ്പം ചേരുകയാണ്. ഒരുപാട് സങ്കടങ്ങളുടെ ഒരു കാലത്താണ് നിന്ന് സംസാരിക്കുന്ന മാഷ്. എന്താണ് ഇന്ന് പറയാനുള്ളത്? അതിനെ ഓർക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ അധ്യാപക ദിനം വെള്ളാർമലയിലായിരുന്നപ്പോൾ നന്നായിട്ട് ആഘോഷിച്ചിരുന്നു. കുട്ടികളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുമായിരുന്നു. ഞങ്ങൾ കുട്ടികൾ അധ്യാപകരും ആകുമായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളാണ് അധ്യാപക ദിനത്തിൽ ഞങ്ങൾക്ക് വെള്ളാർമല സമ്മാനിച്ചത്. നമ്മുടെ സങ്കടങ്ങളെ ഈ കുട്ടികളിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കുക, അതും ഈ പഠനത്തിൻ്റെ അപ്പുറത്ത് ഒരു ബാധ്യതയായിട്ട് മാറുന്നില്ലേ അധ്യാപകർക്ക്? തീർച്ചയായിട്ടും നമ്മൾ പഴയ കാര്യങ്ങളൊന്നും അവരോട് പറയാതിരിക്കുക, അവരെ ഓർമ്മിപ്പിക്കാതിരിക്കുക, പോസിറ്റീവായിട്ടുള്ള കഥകൾ പറയുക, പാട്ടുകൾ പാടുക, അങ്ങനെ മാറ്റിയെടുക്കുക. മാഷ് എങ്ങനെയാണ് ഇതിനെ അതിജീവിച്ചത്? എങ്ങനെ അതിജീവിക്കണം എന്നാണ് മറ്റുള്ള സഹാധ്യാപകരോടൊക്കെ ഇനി പറയാനുള്ളത്? ആദ്യം തകർന്നു പോയി, പിന്നെ നമുക്ക് അതിജീവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സഹപ്രവർത്തകരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ദിവസങ്ങൾ കഴിയുന്തോറും അതുമായിട്ട് പൊരുത്തപ്പെട്ടു. ആ വിദ്യാലയത്തെ എങ്ങനെ നമുക്ക് ഉയർത്തിയെടുക്കാമെന്ന് എല്ലാവരിലും ഒരുപോലെ വിചാരിച്ച ഒരു അധ്യാപക സമൂഹമാണ് വെള്ളാർമല ഉണ്ടായിരുന്നത്. അവിടെ ആർക്കും തമ്മിൽ അങ്ങനെ ഒരു ഈഗോ ഉള്ള അധ്യാപകരായിരുന്നില്ല. എല്ലാവരും നല്ല പെരുമാറ്റമായിരുന്നു. ഏത് സമയവും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കുടുംബം പോലെ കഴിഞ്ഞ അധ്യാപകരാണ് അവിടെ ഉള്ളത്. എല്ലാം കൊണ്ടും നമ്മൾ 24 മണിക്കൂർ സ്കൂളിൽ തന്നെ ആയിരുന്നു. പിന്നെ നാടും നമ്മളോടൊപ്പം ചേരുവല്ലേ. എല്ലാവരും രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, അങ്ങനെയുള്ളൊരു നാട്ടിലാണ് ഞാൻ വന്ന് പെട്ടത്. അത് ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കുകയായിരുന്നു, ജീവിതം ആസ്വദിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഈ ഷോക്ക് വന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ. തീർച്ചയായും ഇതൊരു അധ്യാപകൻ്റെ സന്തോഷമാണ്. ഒരു നാട് അദ്ദേഹത്തിന് കാലാകാലങ്ങളായി നൽകിയ സന്തോഷം ഈ സങ്കട നിമിഷത്തിലും അദ്ദേഹം അനുസ്മരിക്കുകയാണ്.